മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലി തർക്കം തുടരുമ്പോൾ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുകയാണ് LDF. നഗരസഭയിലേക്ക് ഇന്ന് LDFന്റെ മാർച്ചുണ്ട്. ജനറൽ ആശുപത്രി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു ജനറൽ ആശുപത്രി അവിടെ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അതിനു മുമ്പ് ഒരു ഉത്തരവ് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് ജനറൽ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മെഡിക്കൽ കോളേജ് ഏത്, ജനറൽ ആശുപത്രി ഏത് ആർക്കറിയാം. ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറുന്ന വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്ന് അറിയിക്കാം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ്. വിവരങ്ങളുമായി നമുക്കിപ്പം മുബഷീറുണ്ട്. മുബഷീർ, ഇന്നിപ്പോൾ LDFന്റെ മാർച്ചുണ്ട്. ഇതൊരു രാഷ്ട്രീയ കുരുക്കായിട്ട് മാറുകയാണോ? രാഷ്ട്രീയ ആരോപണം പ്രത്യാരോപണമായിട്ട് മാറി ഒരു വിഴുപ്പലക്കാനുള്ള ഉപകരണമായിട്ട് മാറുകയാണോ മഞ്ചേരി മെഡിക്കൽ കോളേജ്? UDFന്റെ നഗരസഭയാണ് ജനറൽ ആശുപത്രിയുടെ ചുമതലയെന്ന് LDF പറയുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് നഗരസഭയും പറയുന്നു. ഇന്നിപ്പോൾ LDFന്റെ മാർച്ചുമുണ്ട്. ഇത് എന്തിനാണാവോ LDFന്റെ മാർച്ച് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ഇക്കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വ്യത്യാസവുമില്ലാതെ UDFും LDFും നിർബാധം തുടരുകയാണ്. നമുക്കറിയാം, നേരത്തെ ജനറൽ ആശുപത്രിയായിരുന്നു, മഞ്ചേരി ആശുപത്രിയായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജാക്കി UDFന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്നത്. അതിനെ ചൊല്ലി ആ ഒരു ഘട്ടത്തിൽ തന്നെ വിവാദങ്ങളുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിനെ എതിർത്ത് LDF ആ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നതായിരുന്നു. പിന്നീട് പറഞ്ഞിരുന്നത് മഞ്ചേരിയിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെരണി ഭാഗത്തേക്ക് ജനറൽ ആശുപത്രി മാറ്റും. അവിടെ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ജനറൽ ആശുപത്രി അവിടെ ഉണ്ടാക്കിയെടുക്കും. സൗകര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് മാറ്റും. പുതിയ ഡോക്ടർമാരെത്തും, സംവിധാനങ്ങളെത്തും, ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് LDF സർക്കാർ ഭരണത്തിൽ വരുന്നു. അതിനുശേഷം ജനറൽ ആശുപത്രിയുടെ കെട്ടിടം അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങാനോ ആശുപത്രി അങ്ങോട്ട് മാറ്റാനോ ഒരു തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ UDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള വിവാദം, ചർച്ചകളൊക്കെ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും അത് വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്തൊരു പരിപാടിയിലായിരുന്നു ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തുടക്കമുണ്ടായത്. നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് നഗരസഭാ അധ്യക്ഷ ആദ്യം ജനറൽ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിക്കുന്നു. അതിലൊരു മറുപടി ആയിട്ടായിരുന്നു വീണ ജോർജ് പറഞ്ഞിരുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല മഞ്ചേരി നഗരസഭയ്ക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നഗരസഭ ഭരിക്കുന്നത് ഇപ്പോൾ ലീഗാണ്, UDF ആണ്. അപ്പോൾ ഒരു ഭാഗത്തെ നഗരസഭ ഇതിനെ പൂർണ്ണമായിട്ട് എതിർക്കുമ്പോൾ അവരുടെ കീഴിലുള്ള സംവിധാനത്തെ അവർക്ക് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്ന ചോദ്യമായിരുന്നു അവിടെ വീണ ജോർജ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് UDF അതിനെ പ്രതിരോധിച്ച നിയമസഭാ രേഖകൾ വെച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴുള്ള നീക്കം അത് രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് UDFും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്വത്തിൽ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് രോഗികളാണെന്ന് പറയാതെ വയ്യ. കാരണം ആദ്യം ജനറൽ ആശുപത്രി ഉണ്ടായിരുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. അതേ സംവിധാനത്തിൽ ഇപ്പോൾ ബോർഡ് മാറ്റിയൊരു മെഡിക്കൽ കോളേജ് മാത്രം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ അവസ്ഥ മാറണം എന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർക്കും അവിടെ എത്തുന്ന രോഗികൾക്കും പറയാനുള്ളത്.